ब्राह्मो यज्ञो जपपाठः पाठनं पितृसंज्ञितः पितॄणां तर्पणं दैवे होमो देवप्रसादनः भूतयज्ञस्थिरश्चां यद् आहारादिसमर्पणम् मानुष्योदिधिवर्णार्थ भृत्यानामपि पूजनम् जपः जपം പാഠഃ പഠനം പാഠനം പഠിപ്പിക്കൽ ഇവയാകുന്നു ബ്രഹ്മയജ്ഞഃ. ബ്രഹ്മയജ്ഞം എന്തെന്ന് പറയുകയാണ്. ഇവിടെ ബ്രഹ്മം എന്നതിന് വേദം എന്നാണ് അർത്ഥം. വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നുകൂടി അർത്ഥമുണ്ട്. വൈദികരായ ആളുകൾ എല്ലാ ദിവസവും വേദം പാരായണം ചെയ്യും. അത് വാസ്തവത്തിൽ അവരുടെ സ്വാധ്യായമാണ്. ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്, കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം എന്ന്. ആത്മോപദേശ ശതകം പോലുള്ള കൃതികൾ വേദം തന്നെയാണ്. ഭഗവത്ഗീത വേദമാണ്, അറിവാണ്. വേദത്തിൻ്റെ കാതൽ എന്ന് പറയുന്ന അറിവാണ്. നമ്മളുടെ ആത്മാവിനെ ഉയർത്തിയെടുക്കുന്നത് എന്തോ അതാണ് വേദം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ വായിക്കണം. സ്വാധ്യായം ചെയ്യുക എന്നാണ് അതിന് പറയുക. സ്വാധ്യായം ചെയ്യാന്ന് വെച്ചാൽ സ്വാത്മാവിനെ ഉണർത്തിയെടുക്കുക എന്നാണ് അർത്ഥം. അതിനുള്ള വായന, അത്തരം വായനകൾ വളർത്തിയെടുക്കണം, പഠിക്കണം. നമ്മൾ എല്ലാ ദിവസവും മടി പിടിച്ചിരിക്കരുത്. രാവിലെയും വൈകിട്ടും കുറേ നേരം സ്വാധ്യായ നിരതനായിട്ടിരിക്കണം. നല്ല നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം. നോവലോ ചിത്രകഥയോ ഒന്നുമല്ല, ആത്മാവിനെ ഉണർത്തുന്നത് വായിക്കണം. മാത്രമല്ല ഈശ്വരനാമത്തെ ജപിക്കുകയും ചെയ്യണം. ജപിക്കുക എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ഈശ്വര ശബ്ദം പറയുമ്പോൾ അതിന് ജപം എന്ന് പറയും. ഇങ്ങനെ ഒരു ദിവസത്തിൽ കുറച്ചു നേരെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കുന്നില്ല. കുറേ കാലം ബ്രഹ്മയജ്ഞം അനുഷ്ഠിച്ചു വരുമ്പോൾ അതിൽ സ്വാധ്യായം കഴിഞ്ഞാൽ സ്വാധ്യായത്തിന് ശേഷം പ്രവചനമാണ്, പാഠനം എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നും. അതും ബ്രഹ്മയജ്ഞമാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പറയുന്നു. നിങ്ങൾ ശ്രോതാക്കളാണ്, ഞാൻ വക്താവാണ്. കുറേ നാൾ നിങ്ങൾക്ക് ശ്രവണം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും ഒരു വക്താവായിട്ട് മാറാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പാഠനം ചെയ്യുന്ന വ്യക്തിയാണ്. അതും ബ്രഹ്മയജ്ഞത്തിൻ്റെ ഭാഗമാണ്. ബ്രഹ്മയജ്ഞമായിട്ട് ചെയ്യാൻ പാടുള്ളൂ അതെല്ലാം. ഒരിക്കലും നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്നും ചെയ്യരുത്. ഞാൻ ബ്രഹ്മയജ്ഞം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ചെയ്യുമ്പോൾ അത് ധർമ്മമാണത്, അത് വ്യക്തിനിഷ്ഠമാണ്, അത് സമൂഹനിഷ്ഠമല്ല. അത് സാമൂഹികമായ ഒന്നല്ല. സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന ഭാവം എനിക്കുണ്ടാകാൻ പാടില്ല ബ്രഹ്മയജ്ഞത്തിൽ. കാരണം എന്താ? ഞാൻ ഉയർന്നവനും നിങ്ങൾ താന്നവരുമെന്നുള്ള ബോധം എന്നിൽ വളരുകയാണെങ്കിൽ അത് അഹങ്കാരമായിട്ട് മാറും. അതുകൊണ്ട് ബ്രഹ്മയജ്ഞത്തിൽ തന്നെ ഉണർത്തിയെടുക്കാനാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മയജ്ഞം ചെയ്യുന്നത്. ആ ബ്രഹ്മയജ്ഞം ചെയ്യുന്ന സമയത്ത്, വേദം പറയുന്ന സമയത്ത്, ആ പറയുന്ന ആള് തന്നെ ആ വേദം കേൾക്കുകയാണ് ചെയ്യുന്നത്. സ്വയം താൻ നാവുകൊണ്ട് പറയുന്നത് താൻ തന്നെ കേട്ട് താൻ തന്നെ ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രോതാക്കളായ നിങ്ങളോ അദ്ദേഹം
ബ്രഹ്മയജ്ഞം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന രീതിയിലാണ് ശ്രോതാക്കളായിട്ടുള്ള നിങ്ങൾക്കും അത് കിട്ടുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ബ്രഹ്മയജ്ഞത്തിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ബ്രഹ്മയജ്ഞത്തിൽ ഇരിക്കുന്ന ആളുകളാണ് എല്ലാവരും. അപ്പോൾ വക്താവിനും ശ്രോതാവിനും ഒരേ സമയം ബ്രഹ്മയജ്ഞത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നു. ബ്രഹ്മയജ്ഞത്തിൽ പങ്കാളിയാകാത്ത എത്രയോ ആളുകളുണ്ട് ഈ നാട്ടിൽ, നമുക്കറിയാം. അവരുടെ ജീവിതത്തിൽ പൂർവകർമ്മങ്ങളിൽ കിട്ടിയ പുണ്യം കൊണ്ട് അവർ കുറേയൊക്കെ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ വർത്തമാനകാല ജീവിതത്തിൽ അവർ കുന്നുകൂട്ടുന്നത് ഏറെ പാപഭൂയിഷ്ടമായിട്ടുള്ള കാമനാനിഷ്ഠമായിട്ടുള്ള ജീവിതമായതുകൊണ്ട് ഭാവിയിൽ അവരുടെ പിന്നാലെ ദുഃഖം വിട്ടുമാറാതെ ഇരിക്കും. അതുകൊണ്ട് വർത്തമാനകാല ജീവിതത്തിൽ നമ്മൾ ബ്രഹ്മയജ്ഞം ചെയ്ത് ആ ബ്രഹ്മയജ്ഞത്തിലൂടെ ആർജിതമാകുന്ന പുണ്യവും ധർമ്മവും നമ്മുടെ അസറ്റായിട്ട് മാറണം. നാം മനസ്സിലാക്കാത്ത ഒരു അസറ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നിങ്ങൾ അന്നന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ യജ്ഞങ്ങളുടെ ഒരു കാണാത്ത ഒരു അസറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് സംസ്കാരമായിട്ട് പോകുന്നുണ്ട്. ആ അസറ്റ്, ആ സംസ്കാരം വളരെ വിലപിടിപ്പുള്ളതാണ്. നിങ്ങളുടെ ഈ ജീവിതത്തെ മാത്രമല്ല, ഇനി വരാനൊരിക്കുന്ന ജീവിതത്തെ കൂടി സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ സംസ്കാരം. അതുകൊണ്ട് വർത്തമാനകാല ജീവിതത്തിൽ നമ്മൾ പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും ആദ്യത്തേതായ ബ്രഹ്മയജ്ഞം ചെയ്യണം. എല്ലാ ദിവസവും വേദം, അറിവ് വായിക്കണം. അറിവുള്ള കൃതികൾ, അറിവ് പകർന്നു തരുന്ന കൃതികൾ വായിക്കണം. വായിക്കുക മാത്രമല്ല, നമുക്ക് അതിൽ നല്ല ഉൾക്കാഴ്ച വരുമ്പോൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം. അത് നമ്മുടെ ധർമ്മമാണത്. പഞ്ചമഹായജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞം ചെയ്യണം. രണ്ടാമത്തേത്